ഇന്ന് രാവിലെ തന്നെ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് കണ്ടു. മലയാളത്തിൽ ഒരു പുതിയ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ്. എനിക്ക് ക്രിസ്മസ് സമ്മാനം. ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾക്കില്ല. ഈ ഇന്ന കൂട്ടി പറയണ്ടല്ലോ. എനിക്ക് ക്രിസ്മസ് സമ്മാനം. ഈ ക്രിസ്മസ് ഓണം വിഷു ഒന്നും ഇന്ന കൂട്ടണ്ട, ഒന്നുമില്ല. അപ്പോ എന്താണെങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു നല്ല എഫേർട്ടായിട്ട് തോന്നി. നമ്മൾ ഇപ്പൊ അടുത്ത് കുറച്ചായിട്ട് പല സിനിമകളുടെയും ടൈറ്റിൽ അനൗൺസ്മെന്റ്സ്, സോങ് പ്രൊമോ അനൗൺസ്മെന്റ്, സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴിലും നമ്മള് ഹിന്ദിയിലും ഒക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ നെൽസൺ അനിരുദ്ധ് കോംബോ മലയാളികൾക്കിടയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടൈറ്റിൽ അനൗൺസ്മെന്റ് മലയാളം സിനിമയുടെ മലയാളി ഫ്രം ഇന്ത്യ, അതാണ് സിനിമയുടെ പേര്. അപ്പോൾ ആ ടൈറ്റിൽ അടക്കം അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഡയറക്ടർ ഡിജോ ജോസ് ആന്റണി, നമ്മുടെ ക്വീന്, ജനഗണമന, അപ്പോൾ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫൻ, റൈറ്റർ ഷാരിസ് മുഹമ്മദ്. ഇവരുടെ ഒരു കോംബോ മലയാളികൾ ഒരുപാട് ആക്സെപ്റ്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ആണ്. അതിലേക്ക് നിവിൻ പോളി. മലയാളികൾ ഒരു പക്ഷേ ലാലേട്ടന്റെ തിരിച്ചുവരവ്, ദിലീപ് അല്ല തിരിച്ചുവരവ് അങ്ങനെയുള്ള പറയാറ്, തിരിച്ചുവരവുകളാണല്ലോ പറയാറ്. അല്ല തിരിച്ചുവരവ് എന്നാണ് പറയാറ്. പക്ഷെ പ്രഭാസിന്റെ തിരിച്ചുവരവ് വരെ മലയാളി കാത്തു നിൽക്കായിരുന്നു. പക്ഷെ മലയാളി കാത്തിരുന്നത് ഇവരുടെ ആരെയും തിരിച്ചുവരവിനല്ല, നിവിൻ പോളി തിരിച്ചു വരുമോ ഇല്ലേ എന്നാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്, അല്ലെ? നിവിൻ പോളിയുടെ ഒരു കംബാക്കിന് വേണ്ടിയിട്ട് എല്ലാവരും ബേസ് വെക്കുന്നത് ആ പഴയ സിനിമകളാണ്. 2012-13 കാലഘട്ടത്തിൽ ഇറങ്ങിയ നിവിൻ പോളിന്റെ വെച്ചിട്ടാണ് എല്ലാവരും ഇത് പറയുന്നത്. അല്ല, നിവിൻ പോളി എന്ന് പറഞ്ഞ നടൻ എന്താ പറയാ, നമുക്ക് ആദ്യം എനിക്ക് തോന്നുന്നു എല്ലാ നടന്മാർക്കും ചിലപ്പോൾ അങ്ങനെ ഒരു സംഗതി കിട്ടിക്കാണില്ല. നിവിൻ പോളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ ഹിറ്റുകളാണ്, കണ്ടിന്യൂസ് ഹിറ്റുകൾ വന്നിട്ട് പിന്നെ പെട്ടെന്ന് ആ ഗ്രാഫിന് ചാടി താഴെ പോയി. അതാണ് ഉണ്ടായത്. വടക്കൻ സെൽഫി ഒക്കെ എന്തൊരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ അറിയാം. അതൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടാ ശരിക്കും എന്നാ ചളിയല്ല, നല്ലൊരു കോമഡിയാണ് അത് ശരിക്കും. പ്രേമം, തടത്തിമരത്തൊക്കെ ഉണ്ടല്ലോ. എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്ന റൊമാൻസ് കോമഡിയാണ് നിവിൻ പോളിന്റെ കയ്യിൽ നിന്ന്. മാസം ആരും പ്രതീക്ഷിക്കില്ലെന്ന് തോന്നുന്നു. ചില നടന്മാർക്ക് അവരുടെ നക്ഷലിനകത്തിരിക്കുന്നത് വളരെ സേഫ് ആണ്. ആളുകൾക്ക് അവർ അതിൽ കണ്ടാ മതി, അത് പുറത്ത് അവർക്ക് കാണണ്ടെന്നുള്ള നിലയ്ക്ക്. എനിക്ക് തോന്നുന്നു നിവിൻ പോളിനെ മലയാളികൾക്ക് അങ്ങനെയാണ്. ആ നക്ഷലിനകത്ത് ആണെങ്കിലും റൊമാൻസ് കോമഡിക്കാണ് എല്ലാരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഈ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റിലേക്ക് പോകാം. ഓക്കെ. The following promo has been approved by all audience worldwide by Malayali. ഇത് ഞങ്ങൾക്കൊരു തേപ്പ് വന്ന സാധനമാണ്. കാരണം ഞാൻ രാവിലെ ഈ സാധനം ഇരുന്ന് കാണുകയാണ്. സ്നേഹി ഇങ്ങനെ വന്നിരുന്ന് നോക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചപ്പോ ഞാൻ സ്നേഹന്റെ ഫോണിക്ക് നോക്കി. ഇത് ആരെ ബെല്ലടി, ഫോൺ എവിടെ ബെല്ലടി? ഞാനും വിചാരിച്ചത് ഫോൺ ബെല്ലടിക്കാൻ തന്നെ ഞാനും വിചാരിച്ചത്. പെട്ടെന്ന് നമ്മളത് വിചാരിച്ചു പോകണ്ടാ. പിന്നെ അതേപോലെ ഇത് പറയണം, മാജിക് ഫ്രെയിംസിന്റെ ഒക്കെ വെച്ചിട്ടുണ്ട് സംഭവം. പിന്നെ ലിസ്റ്റിൻ ചീഫിനല്ലേ വെക്കായിരിക്കും. ഹലോ, ആ ബ്രോ ടിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞേ. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്കാ ജിമ്മിലാ. നിവിൻ പോളിക്ക് ഒന്ന് സർക്കാസ്റ്റിക്കലി കുത്തിയോ? ലിസ്റ്റിനെ വിളിക്കാവേ, വിളിക്കുന്നുണ്ട്. എപ്പോ വിളിക്കാം? നീ ഏതായാലും കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കാം ബ്രോ. ഓക്കെ. എല്ലാ എലമെന്റും ഒരു ഇടാൻ നോക്കിയിരുന്നല്ലോ നിവിൻ പോളിന്. ഈ അടുത്ത കാലത്ത് എല്ലാവരും ഒരു എന്താ പറയാ അപ്പിയറൻസ് പറഞ്ഞ് നടത്തിയിരുന്നു. അപ്പൊ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യും ഇനി അടുത്ത നിവിൻ പോളി മെലിഞ്ഞ് നല്ല ഇതിലൊക്കെ വരുന്നത്. ആ എലമെന്റ് നിവിൻ പോളിനെ ഒപ്പം ആ എലമെന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ സൗണ്ട് ആയിട്ട് എനിക്ക് പൃഥ്വിരാജിന്റെ സൗണ്ട് പോലെ തോന്നുന്നു. സംഗതി നിവിൻ പോളിന്റെ അടുത്തിറങ്ങിയ സിനിമകളിലൊക്കെ കുറെ ചളി കോമഡികൾ വർക്കൗട്ട് ചെയ്യാൻ പലരും നോക്കിയിരുന്നു. ഒന്നും നടന്നിട്ടില്ല. ഇതിപ്പോ ഒരു പ്രൊമോനകത്ത് ഇത് രസമായി തോന്നി അല്ലേ? ഇത് നമുക്കൊരു ചളിയായിട്ടും തോന്നില്ല. ഇത് രസമായി തോന്നി, അത് രസമായിട്ട് തോന്നി, അതല്ലേ രസമായിട്ട് തോന്നി. അധികം നേരമായി വന്നിട്ട്? ഇല്ല, ഞാൻ ജസ്റ്റ് വർക്കൗട്ടായിരുന്നു. ബ്രോ വാ, പണിയുണ്ട്, കുറെ നേരമായി എന്നെ കൊണ്ട് വെറുതെ. ട്രെയിനറാ? നീ ആകെ ടയർഡായാലോ. ഇതിനും കഴിച്ചിട്ട് വന്നേ. അപ്പൊ എങ്ങനെയാ ഇവിടെ സെറ്റ് ഇടണേ? സെറ്റോ? എന്തിന്റെ? ആ കോടതിയുടെ തിരിച്ച് നല്ല തീപ്പൊരി ആയിരിക്കണം. ഇംഗ്ലീഷും തെലുങ്കും തമിഴും ഒക്കെ കൂടി നല്ല പൊളിയായിട്ട്. പാൽപരാഗ് സിനിമ. ഇത്തവണ കോടതിയില്ല. കോടതിയില്ലേ? ഓ മറ്റേതാണല്ലേ, പാൻ ഇന്ത്യൻ. കുറച്ചായി അങ്ങനെ ഒരു ഐറ്റം പിടിക്കാൻ ഞാൻ ആലോചിക്കുന്നു. ബ്രോ ഇതൊന്നുമല്ല ബ്രോ.
എന്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ തട്ടലുകളുണ്ട്. പൊതുവെള്ള ഊക്കലും ഉണ്ട് ശരിക്കും. അതെ, പൊതുവെയുള്ള ഒരു പാൻപരാഗ്, കുറെ പാൻപരാഗ് മലയാളികളെ ഇറക്കിയില്ല ഇപ്പോ. ഇതൊരു പക്ക ലോക്കൽ പടം പറഞ്ഞു വരുമ്പോ. ഓ, പാൻ ഇന്ത്യനും പഞ്ചിലൊക്കെ നിന്റെ പൃഥ്വിരാജനും അല്ലേ? എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല. എനിക്കറിയാം. നീ കാര്യം പറ ബ്രോ, ഇതൊന്ന് കേട്ടോക്ക്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിഴക്കിദാര ഭൂമി ജനജീവിത ഫലധാന്യ സമ്പന്ന. അല്ല, പല നടന്മാരും ഇങ്ങനെ ആയിരിക്കും. പല നടന്മാരും ഇങ്ങനെ കഥ കേൾക്കുമ്പോ അവരുടെ മനസ്സിൽ വേറൊരു ഫ്രെയിം, സ്ക്രിപ്റ്റില് പറയുമ്പോ നല്ല നന്നായിട്ട് പറഞ്ഞു ചിന്തിക്കുന്ന രീതി. പലരും വന്നും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഇങ്ങനെ ആയിരുന്നു, പക്ഷെ നമ്മുടെ കഥാനായകൻ ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ഗോപി ആൽപ്പറമ്പിൽ കൊള്ളാം. ജന്മിയാണോ വൈക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. അല്ല, പിന്നെ ജന്മിയ കൊള്ളാം. മോഹൻലാലിനെ പോലെ മുണ്ടൊക്കെ എടുത്ത് മീശൊക്കെ പിരിച്ച് ഒരു 6ാം നമ്പർ. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. മഞ്ജു പിള്ള പറഞ്ഞേ പറ്റൂ. എത്ര സിനിമയിൽ ഇവരെ അമ്മ വേഷത്തിൽ കണ്ടാലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. ഒരു എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് ഉണ്ട് അല്ലേ? നമ്മൾ മറ്റേ സീരിയലൊക്കെ ഇല്ലേ, ആ സീരിയലൊക്കെ എന്തൊരു നാച്ചുറൽ ആയിട്ട് നമ്മള് കാണുന്നത്. അല്ല, ആ സീരിയലായിക്കോട്ടെ നമ്മൾ എന്നും ഒരേ ക്യാരക്ടറിനെ അല്ലേ കാണുന്നത്, പക്ഷെ എന്നും അതിന്റെ ഒരു രസമുണ്ട്, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷെ സീരിയലും ക്യാരക്ടറും നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, ആ സീരിയലാ ക്യാരക്ടർ ചെയ്യും. പക്ഷെ ഇത് എല്ലാ ഞാൻ പറഞ്ഞ പല സിനിമകളിലും പല ആർട്ടിസ്റ്റുകളും ഒരേ റോള് ചെയ്യുന്നു, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അതെ, ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും സിനിമ കാണുമ്പോൾ പറയാറുണ്ട്, ഇത് മാറ്റി പിടിക്കും, ഇവർക്ക് എപ്പോഴും എന്തിനാ ഈ റോള് കൊടുക്കണത്. പക്ഷെ മഞ്ജു പിള്ളയുടെ കേസ് വരുമ്പോ മഞ്ജു പിള്ള ആസ് എൻ അമ്മ ഭയങ്കരമായിട്ട് നമ്മള് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മഞ്ജു പിള്ള മതി, അതിനപ്പുറം വേറെ ചോയ്സ് ഇല്ല. നമുക്ക് നമ്മുടെ വീട്ടുകാരെ നമ്മളെ അമ്മമാരെ ചീത്ത പറയണോ, ആട്ടി വിടണോ. അതെ, നമ്മളൊരു അമ്മമാരെ വൈബിൽ ഇങ്ങനെ എപ്പോഴും മഞ്ജു പിള്ള ആക്സെപ്റ്റഡ് ആണ്. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇനിയോട് ചോദിക്കരുത്. അതെ, ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ നല്ല പൊളി പൊളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ എന്തായാലും ഒരു ട്രെൻഡാവും. ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ഓക്കെ, നല്ല ക്യാൻവാസാ, ഫുള്ള് പാട്. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള കൂട്ടുകാരൻ. ആഹാ, അതറിയണേ. ഈ ചെങ്ങായിനെ വേറെ ഇങ്ങനത്തെ മൾട്ടി സ്റ്റാറർ സിനിമയിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇന്റർവ്യൂലൊക്കെ കുറെ തഗ് അടിക്കും, പക്ഷെ അത് അതേ സാധനം സിനിമയിൽ വന്ന പൊളിയാണ് അല്ലേ? അതായത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ മൾട്ടി സ്റ്റാറർ സിനിമയിലൊപ്പം നിവിൻ പോളിന്റെ ഒപ്പം ഒരു കോംബോ അങ്ങനെ ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ട്. കുഞ്ഞിരാമായണം ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. അടികപ്പിയാരെ കൂട്ടമണി, അതെ, ഒരു കോംബോനകത്തിരിക്കുമ്പോ ധ്യാൻ ഭയങ്കര രസമാണ്. ഒറ്റയ്ക്ക് നിന്നിട്ട് ധ്യാനിന് എത്ര സിനിമകൾ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമാണ്. പക്ഷെ കോംബോനകത്ത് ധ്യാൻ എപ്പോഴും എന്താണ്, അടിപൊളിയാണ്. അതും കോമഡി ആവുമ്പോ വേറെ രസമാണ്. നിങ്ങൾ രണ്ടുപേരോട് ഫ്ലേവർ നിറഞ്ഞു നിൽക്കും. പ്രണയം കൃഷ്ണ അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ. Love you, Krishna.
അനശ്വര ഇപ്പൊ ഭയങ്കര എക്സ്പെക്ടേഷൻ ആട്ടോ. ആഫ്റ്റർ നേരെ അനശ്വരനെ ഇനി ഒരു സിനിമയിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യും ആളുകൾ. അതെ നല്ല മാസ് ഉണ്ടോന്ന് ഈ സീനൊന്ന് കേട്ടു നോക്കി. ഉത്സവത്തിന് ഒരു ആനയുടെ ചെതറി കൊടുക്കും, ഒരു മകൻ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി പുലിമുരുകൻ ആഞ്ജനേയാണ്. സൂപ്പർ ഹീറോ, സൂപ്പർ ഹീറോ സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. മീൻപോയിന്റെ മനസ്സിലൊക്കെ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണെങ്കിൽ കാണിക്കുന്നത്. അല്ല, ആ ഹെയർ സ്റ്റൈൽ വെച്ച് നല്ല രസമുണ്ട്. നാടൻ പഠിച്ചോ. അപ്പൊ നമ്മള് ചെയ്യുന്നു. അല്ല, നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ മലയാളി ഫ്രം ഇന്ത്യ. ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ ബ്രോ? ഇന്ത്യ ആണോ ഭാരതം? രണ്ടും ഒന്നല്ലേ ബ്രോ. പക്ഷെ നമുക്ക് അവിടെ ആ ഒരു സാധനം ഇന്ത്യ ഭാരത്. അവിടെ ഓൺലി മലയാളം. പാൻപരാഗല്ല, നോ പാൻപരാഗ്, ഓൺലി മലയാളം. മലയാളി ഫ്രം ഇന്ത്യ. മലയാള പടാണ്, നോട്ട് പാൻ ഇന്ത്യൻ മൂവി. നോ പാൻപരാഗ് ഈസ് എക്സ്പെക്ടഡ്. ഇറ്റ്സ് എ പ്യുവർ മലയാളം മലയാളി മൂവി. എന്താണെങ്കിലും കണ്ടിരിക്കില്ലേ, ഇതന്നെ കണ്ടിരുന്നു. നമുക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇനി എന്താ ട്രെയിലർ ആണെങ്കിലും ടീസർ ആണെങ്കിലും എല്ലാം വരുമ്പോ ഇതേപോലെ തന്നെ അടിപൊളിയായിരുന്നു. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അപ്രോച്ച് സിനിമാക്കാരിൽ നിന്ന് എപ്പോഴും ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള പ്രൊമോഷൻ മെത്തേഡ്സ് ഒക്കെ ഫൈനാണ്. അഗ്രസീവ് പ്രൊമോഷനോട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അത്ര താല്പര്യം. അല്ല, അങ്ങനെ ഓവർ ഹൈപ്പ് ഉണ്ടാവില്ല. ഓവർ ഹൈപ്പ് ഓവർ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം, മാസ് പടങ്ങൾക്ക് ഓവർ ഹൈപ്പ് വരും. ഞാൻ എപ്പോഴും മാസ് പടങ്ങൾക്കും ക്ലാസ് പടങ്ങൾക്കും വരുന്നുണ്ട്. ഇപ്പൊ നൻപകൽ ഓവർ ഹൈപ്പാണ്, ലൈക്ക് അങ്ങനെ വന്നിരുന്നു. അങ്ങനെ കുറെ സിനിമകൾക്ക് ഓവർ നടന്മാരെ കൂടി ഡിപ്പെൻഡ് ചെയ്യും. നേര് സിനിമ വലിയ ഒരു ഓവർ ഹൈപ്പ് ഇല്ലാതെ വന്നത്. പക്ഷെ ലാലേട്ടന്റെ ബാറോസിനാണെങ്കിലും എമ്പുരാനാണെങ്കിലും വാലിബനാണെങ്കിലും ഒക്കെ ഭയങ്കര ഹൈപ്പ്. വാലിബനൊക്കെ ഭയങ്കര ഹൈപ്പാണ്. സോ എന്തായാലും പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി പറയാം. ബൈ ദ ബൈ, താങ്കൾ ഒരു മഹാനടനായിരിക്കുന്നു. ഡിജോ ജോസ് ആന്റണി നന്നായിട്ട് അഭിനയിച്ചു. താങ്കൾക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചൂടെ? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, നല്ല കോമഡി, നല്ല നമ്മൾ കണ്ടിരിക്കും എന്തായാലും. അതായത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്താ വെച്ചാൽ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അമ്മേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പെങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഫ്രണ്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടല്ല, ആ സിനിമയ്ക്ക് അകത്തുനിന്ന് തന്നെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഈ കഥ നടക്കുന്ന ഒരു സന്ദർഭമൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും, അതൊരു നാട്ടിൻ പുറത്ത് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം. ഫ്രണ്ട് ഉണ്ട്, അമ്മ കുറച്ച് കലിപ്പാണ്, പെങ്ങൾ ലേശം കോഴിയാണ്. അപ്പൊ പിന്നെ റൊമാൻസ് ഉണ്ട്. റൊമാൻസ് മറ്റേ റൊമാൻസ് ചെയ്ത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാള് ചെറിയൊരു കുട്ടിയെ പ്രേമിക്കുന്നു. മൊത്തത്തിൽ നമുക്കൊരു സെറ്റപ്പ് തന്നെ പറയുന്നു. അപ്പൊ ഇനിയിപ്പോ ഒരു ട്രെയിലർ ഇറക്കുമ്പോ അതാണ് ഞാൻ ഭയങ്കര ക്യൂരിയസ്. 7 മിനിറ്റ് ഉണ്ട് ശരിക്കും. എന്റെ ഒരു ക്യൂരിയോസിറ്റി എന്താ അറിയോ, ടൈറ്റിൽ പ്രൊമോ റിവ്യൂസ് ഇങ്ങനെ, അപ്പൊ ഇതിന്റെ ട്രെയിലറിനകത്ത് ഇനി ഇവരെന്ത് കാണിക്കും അല്ലെ? ഇപ്പത്തെ ആളുകൾ മേ ബി ഇത് തന്നെ ഒരു ടീസർ ആയിട്ട് എടുക്കാം. ഇതാണെങ്കിൽ ടീസർ ആയിട്ട്, ടീസർ എന്ന് പറഞ്ഞാൽ യൂഷ്വൽ സാധനം മാറ്റിയിട്ട് ടൈറ്റിൽ പ്രൊമോ ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ട്രെയിലർ വരുമ്പോ ഇത് തന്നെ ഒരു 6 മിനിറ്റും ചില്ലറയുള്ളപ്പോ ഒരു ട്രെയിലർ 2-3 മിനിറ്റ് അല്ലേ?
പക്ഷെ രസമാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനിരുദ്ധിന്റെയും നെൽസന്റെ ഒക്കെ ജയിലറിന്റെ ഒക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ള കേസ് ആയിരുന്നു. അതിന് മുമ്പും ആ ഒരു കോംബോ വർക്കൗട്ട് ആയിരുന്നു. മലയാളത്തിൽ ഷെയ്നിക ഉണ്ടായിരുന്നില്ല, സാന്ദ്രകിന്റെ ഒക്കെ അല്ലല്ല കുറച്ചധികം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളധികം ശ്രദ്ധിച്ചിട്ടില്ല കുറെ. ഇവൻ അതാണെങ്കിൽ പോലും ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇത് കൂടുതൽ ശ്രദ്ധിക്കും. കംബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ ഒരുപാട് പേരുടെ തിരിച്ചുവരവുകള്, കാരണം നമ്മളാ കണ്ട സിനിമകൾ വളർന്ന സിനിമകളാണല്ലോ തുടക്കത്തിലുള്ളത്. സെൽഫി അത് ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കാണാൻ ആഗ്രഹിക്കുന്നത് നിവിൻ പോളി. ഞാൻ നേരത്തെ പറഞ്ഞ കോമഡിയാണ്, കോമഡി റൊമാൻസും അല്ലെ. എടി ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ഒരു എനിക്ക് ശരിയെന്ന് തോന്നുന്നത്. അതായത് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ചില നടന്മാർക്ക് ആ ഒരു നക്ഷലിനകത്തിരിക്കുന്നതായിരിക്കും ഭയങ്കര സേഫ് ആയിട്ട് അവർക്കും തോന്നുക നമുക്കും തോന്നുക. ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ കുറെ കാലം വരെ ചോക്ലേറ്റ് ഹീറോ എന്നുള്ള ഒരു നക്ഷലിനകത്തായിരുന്നു. മാറി ചെയ്ത് അത് ഭയങ്കര സക്സസ് ആയിരുന്നു. മാറി ചെയ്ത് ഒരു പോയിന്റ് വരും, നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് വരും. നിവിൻ പോളി ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വർക്കൗട്ട് ആയി എന്നുള്ളത്. പിന്നെ ചില നടന്മാരുടെ കേസിൽ അങ്ങനെയാണ്, ചിലപ്പോൾ അവർക്ക് അതേ വർക്കൗട്ട് ആവും. ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത് മനസ്സിൽ കൊണ്ടെടുക്കുന്നത് അതാണ്. നിവിൻ പോളി എന്ന് പറയുമ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. മാസൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇത് നല്ലൊരു കോമഡി. മാസം ഇല്ലാന്ന് വികായല് മാസം ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ പ്രേമത്തിനകത്ത് മാസാണ്, സിറ്റുവേഷണൽ മാസം. എൻറ്റയർ സിനിമ മാസമായിട്ട് നടക്കുമെന്നുള്ളത് അറിയില്ല. പക്ഷെ സിറ്റുവേഷണലി മാസ സാധനങ്ങള് സിനിമയ്ക്ക് അകത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റഡ് ആവും. കോംബോ എല്ലാം അന്വേഷണമൊക്കെ നന്നായിട്ട് അടിപൊളി. നല്ല ചളി എറിയരുതെന്ന് മാത്രമേ ഉള്ളൂ. നല്ല നമുക്ക് ഞാൻ ഈ ഒരു ടീം എനിക്ക് ഭയങ്കര ട്രസ്റ്റ് വർത്തി ആയിട്ട് തോന്നുന്നുണ്ട്. ഡിജോ, ഷാരിസ്, അതിലാണെങ്കിലും നിവിൻ പോളി, ഇനി ഷൈൻ ടോം ചാക്കോ. അപ്പൊ നല്ലൊരു കോമഡി പടമാണെങ്കിൽ എന്തായാലും നമുക്ക് കോമഡി എപ്പോഴും ഫുൾ കോമഡി ആണെങ്കിൽ നമ്മൾ കണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ എന്റർടൈൻമെന്റ് കോമഡി ഒന്നും അങ്ങനെ കുറെ ആയിട്ട് ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാലേ. കോമഡി സിനിമകൾ എപ്പോഴും നീട്ടി മലയാളി പ്രേക്ഷകർ സ്വീകരിക്കും. അത് എപ്പോഴും മനസ്സിൽ കൊണ്ടെടുക്കും ചെയ്യും ആ സിനിമ. ഇപ്പൊ രോമാഞ്ചം മലയാളികൾ അങ്ങനെ സ്വീകരിച്ചെടുത്തു വെച്ചു. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. അതെ.